ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡൻസ് കോർണർ മലയാളം. ഞാൻ വിഷ്ണുമായ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന +1 ഫിസിക്സിലെ ചാപ്റ്റർ 2ലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്തൊക്കെയാണ് പഠിച്ചത്? എറേഴ്സ് അല്ലേ, ടൈപ്സ് ഓഫ് എറേഴ്സ് നമ്മൾ പഠിച്ചു. ആ ടൈപ്സ് ഓഫ് എറേഴ്സിന്റെ സോഴ്സും പഠിച്ചു. പിന്നെ എറേഴ്സ് നമ്മൾ എങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡെല്ലാം നമ്മൾ പഠിച്ചു. പക്ഷേ അതിലെല്ലാം പഠിച്ചെന്താണ്? ഒരു സിംഗിൾ വാല്യൂ മെഷർമെന്റിൽ ഉണ്ടാവുന്ന എററിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പോൾ ഒരു ലെന്ത് മെഷർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലെന്ത് ഒരുപാട് തവണ മെഷർ ചെയ്യും. അതായത് ഒരുപാട് തവണ ഒബ്സർവേഷൻസ് എടുത്ത് ആ മെഷേർഡ് വാല്യൂസിന്റെ മീൻ എടുത്ത് പിന്നെ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ മീൻ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നീടാണ് നമ്മൾ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും കണ്ടുപിടിച്ചത് അല്ലേ. ആ മെഷേർഡ് വാല്യൂയിലുണ്ടായ ആ ഒരു മെഷർമെന്റിലുണ്ടായ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. അതായത് ഇപ്പോൾ ഒരു സ്പീഡിന്റെ ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഇതാണ് സ്പീഡിന്റെ ഈക്വേഷൻ. ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് ഞാനിവിടെ മെഷർ ചെയ്യുക അല്ലേ. ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്യുമ്പം അതിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ചെറിയ തോതിലെങ്കിലും എറർ ഉണ്ടാവും അല്ലേ. അതുപോലെ ടൈം ഞാൻ മെഷർ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ 0.02 അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു എറർ ഉണ്ടാവാൻ അവിടെ സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് വാല്യൂസ് മെഷർ ചെയ്യുന്നതിലും എറർ ഉണ്ടാവും. അപ്പൊ പിന്നെ ആരിലും എറർ ഉണ്ടാവും? നമ്മുടെ ഫൈനൽ റിസൾട്ടായ സ്പീഡിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തും എറർ ഉണ്ടാവും. അപ്പൊ ഈ സ്പീഡിൽ എത്രമാത്രം എറർ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് പഠിക്കുന്നത്. ഇപ്പം രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നു. ഞാൻ ഇപ്പൊ ടോട്ടൽ ലെന്ത് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ L1 + L2 രണ്ട് ലെന്ത് ഞാൻ മെഷർ ചെയ്തു. ഇത് ഞാൻ ആഡ് ചെയ്ത് ഫൈനൽ ലെന്ത് ഞാൻ മെഷർ ചെയ്തു. അപ്പൊ ഈ L1 ഒരു എറർ ഉണ്ടാവും, L2 എറർ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരിലും എറർ ഉണ്ടാവും. ഫൈനൽ റിസൾട്ടായ ഈ ലെന്തിലും എറർ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഇപ്പൊ എന്തെങ്കിലും പ്രോഡക്റ്റ്, ഇപ്പൊ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് A ആണ്. അപ്പൊ എന്താ? A = A². അപ്പൊ ഇങ്ങനെ ഒരു പവർ തന്നു കഴിഞ്ഞാൽ അത് ഫൈനൽ റിസൾട്ടിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ഫൈനൽ റിസൾട്ട് ഏരിയയിൽ എത്രമാത്രം എറർ ഉണ്ടായി എന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോഴും അതുപോലെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും അതുപോലെ റേസ് ടു സം പവർ വരുമ്പോഴും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടായ എറർ എത്രമാത്രമാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എറർ ഇൻ സം ഓർ ഡിഫറൻസ്. അതായത് ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേനും ആ ഫൈനൽ റിസൾട്ടിൽ എത്രമാത്രം എറർ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എറർ ഇൻ സം ഓർ ഡിഫറൻസ് നോക്കുന്നത്. എറർ ഇൻ സം ഓർ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പം A എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഞാൻ മെഷർ ചെയ്തു. അതിലുണ്ടായ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ΔA. ഓക്കെ, അതുപോലെ ഞാൻ B എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തു. അവിടെ ഉണ്ടായ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ΔB. ഓക്കെ, ഇതിനെ കൺസിഡർ ചെയ്യുക. ഇനി ഈ രണ്ട് ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ഫൈനൽ ക്വാണ്ടിറ്റി കിട്ടും. അതാണ് Z = A + B. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? A = A ± ΔA എഴുതിക്കൂടെ? A എന്ന് പറയുന്നത് ഇതിന്റെ ട്രൂ വാല്യൂ, എയുടെ ട്രൂ വാല്യൂ. ΔA എന്ന് പറയുന്നത് A മെഷർ ചെയ്യുമ്പോൾ ഉണ്ടായ അബ്സല്യൂട്ട് എറർ. അതുപോലെ B = B ± ΔB. B എന്ന് പറയുന്ന ട്രൂ വാല്യൂയും ΔB എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ. ഓക്കെ, ഇനി നമുക്കിവിടെ
ഇസഡിലുണ്ടായ അബ്സല്യൂട്ട് എററാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇസഡിനെ എങ്ങനെ എഴുതാം? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എ എന്താണ്? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഇനി ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പ്ലസ് ബി ടൈമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എ പ്ലസ് ബി. ഇനി ആരുണ്ട്? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഈ ഇസഡും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി എഴുതാം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഇതിനെ ഞാൻ പിന്നെ മാറ്റി എഴുതുവാണ്. ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. The maximum possible in error എന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, എറർ ഉണ്ടാവാനുള്ള മാക്സിമം പോസിബിലിറ്റിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയുടെ സമ്മായിട്ട് ഒരു ഫൈനൽ ക്വാണ്ടിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ആ ഫൈനൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇപ്പം അതേസമയം എന്ത് ചെയ്യുന്നു? ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറയുന്നു. ഓക്കെ, എ മൈനസ് ബി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇതേ കണക്ക് തന്നെ ഇടയ്ക്ക് എന്ത് വരും? മൈനസ് വരും അല്ലേ? അപ്പം ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് നമുക്ക് ഇവിടെ എന്ത് വരും? എ മൈനസ് ബി എന്ന് വരും അല്ലേ? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് വരും അല്ലേ? ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താ? ഇസഡ് അല്ലേ? അപ്പോൾ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇതും നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാം. ഇത് വരും മാക്സിമം പോസിബിൾ എറർ ഇൻ ഇസഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് എറർ ഇൻ സം ഓർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം രണ്ട് ക്വാണ്ടിറ്റിയുടെ സമ്മായിട്ടും അതുപോലെ തന്നെ ഡിഫറൻസ് ആയിട്ടും ആണ് ഒരു ഫൈനൽ ക്വാണ്ടിറ്റി വരുന്നതെങ്കിൽ ആ ഫൈനൽ ക്വാണ്ടിറ്റിയിലുണ്ടായ എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, സമ്മായാലും ഡിഫറൻസ് ആയാലും ഒരു ഇക്വേഷൻ തന്നെ. ഇതാണ് നമ്മളുടെ റൂള്. ഓക്കെ, അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും ഫൈനൽ ക്വാണ്ടിറ്റിയിലെ എറർ കണ്ടുപിടിക്കുന്ന റൂളാണ് ഇത്. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്, രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേനും ദ അബ്സല്യൂട്ട് എറർ ഇൻ ദ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ദ അബ്സല്യൂട്ട് എറേഴ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. ആ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിൽ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് എറേഴ്സിന്റെ സം ആയിരിക്കും എന്ത്? നമ്മുടെ ഫൈനൽ റിസൾട്ടിലുള്ള അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം ജനറലൈസ് ചെയ്ത് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, ഇതാണ് എറർ ഇൻ സം ഓർ ഡിഫറൻസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആരെ നോക്കാം? നമ്മളിപ്പോൾ അഡീഷനും സബ്ട്രാക്ഷൻ നോക്കിയല്ലേ? ഇനി നമുക്ക് ആരായിരിക്കും നോക്കേണ്ടത്? പ്രൊഡക്റ്റും കോഷ്യന്റും അല്ലേ? രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ രണ്ട് ക്വാണ്ടിറ്റീസ് ഡിവൈഡ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും നോക്കാം.
എറേഴ്സ് ഇൻ പ്രൊഡക്റ്റ് ഓർ എ ക്വസ്റ്റ്യൻ, അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും രണ്ട് ക്വാണ്ടിറ്റീസ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാവുന്ന എറേഴ്സ്. ഓക്കെ, ഇവിടെ ഞാൻ എ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്, ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. എ എന്ന് പറയുന്നത് എയുടെ ട്രൂ വാല്യൂയും ഡെൽറ്റ എന്ന് പറയുന്നത് മെഷർ ചെയ്തപ്പോൾ ഉണ്ടായ എററും അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ. ബി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു ഇസഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആണ് ആര്? ഇസഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എഴുതാം ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് which is equal to a plus or minus delta a into b plus or minus delta b. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? എ ഇൻറ്റു ബി, എ ബി. ഇനി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി, അപ്പം നമുക്ക് കിട്ടും പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ. ഓക്കെ, ഇനി ആരാ? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി. ഇനി ആരാ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഓക്കെ, ഇനി LHSനെ ഞാൻ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ഞാൻ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് എന്ത് കിട്ടും? ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ്. അപ്പം എത്ര? 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RHSനെ എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? എ ഇസഡ് എന്ന് പറയുന്നത് എന്താ? എ ഇൻറ്റു ബി. അപ്പോൾ എ ഇൻറ്റു ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടും? 1 പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി. ഓക്കെ, ഈ വണ്ണം കട്ട് ചെയ്ത് കളയാലോ? കളഞ്ഞു. ഇനി നമുക്ക് എഴുതാം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ബിയും കട്ട് ചെയ്തു. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഓർ മൈനസ് ഈ എയും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. ഇനി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഡെൽറ്റ എ എന്ന് പറയുന്ന ചെറിയ വാല്യൂ, അതിൻ്റെ കൂടെ തന്നെ ഡെൽറ്റ ബി എന്ന് പറയുന്ന ചെറിയ വാല്യൂ. അപ്പോൾ രണ്ട് ചെറിയ വാല്യൂ ഇൻറ്റു ചെയ്യുമ്പോഴത്തേനും പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേനും ചെറിയ വാല്യൂ തന്നെയായിരിക്കും വരുന്നത് അല്ലേ? ഒരുപാട് ചെറിയ സ്മോൾ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ വലിയ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ പറയണോ? ഭയങ്കര ചെറുതായിട്ട് അല്ലേ? നല്ല ഏറ്റവും വെരി വെരി സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിന് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം, കളയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടിലെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇപ്പം രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇസഡ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ആണെങ്കിലും എ ഇൻറ്റു ബി ആണെങ്കിലും ഓക്കെ, രണ്ട് പ്രൊഡക്റ്റ് ആയാലും ഡിവിഷൻ ആയാലും നമുക്ക് ആ ഫൈനൽ റിസൾട്ടിലുണ്ടായ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, ഇതിൻ്റെ നമുക്ക് റൂള് നോക്കാം.
റൂൾ ഇതാണ്, വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ്, രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദ റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട്, ഓക്കെ, റിസൾട്ടിലുണ്ടായ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് ദ റിലേറ്റീവ് എറേഴ്സ് ഇൻ ദ മൾട്ടിപ്ലയേഴ്സ്, അതായത് ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിലുണ്ടായ റിലേറ്റീവ് എറേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എഴുതാം റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്, ഓക്കെ, റിസൾട്ടിലുണ്ടായ റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു, എന്താണ് റിലേറ്റീവ് എററിന്റെ മൾട്ടിപ്ലയേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടായ റിലേറ്റീവ് എറർ ആണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു 100 അല്ലെ, അതല്ലേ പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100 ചെയ്യുക പ്ലസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 100. ഓക്കെ, ഈ രണ്ട് പെർസെന്റേജ് എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ പെർസെന്റേജ് എറർ കിട്ടും? ഫൈനൽ റിസൾട്ടിന്റെ പെർസെന്റേജ് എറർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എറേഴ്സ് ഇൻ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് കോഷ്യന്റ്. അടുത്തത് എറർ ഇൻ കേസ് ഓഫ് എ മെഷേർഡ് ക്വാണ്ടിറ്റി റേസ്ഡ് ടു എ പവർ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി റേസ്ഡ് ടു എൻ, എ റേസ് ടു എൻ എന്ന് തന്നു കഴിഞ്ഞാൽ അവിടുത്തെ എറർ, ഇവിടുത്തെ ഫൈനൽ ക്വാണ്ടിറ്റിയിലെ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിന്റെ റിലേറ്റീവ് എറർ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡിന്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് അല്ലേ? ഓക്കെ, അതുപോലെ എയുടെ റിലേറ്റീവ് എറർ എന്താണ്? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഇനി ഇവിടെ ആരെ തന്നിട്ടുണ്ട്? റേസ് ടു എൻ. അതെന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എയുടെ റിലേറ്റീവ് എററിന്റെ കൂടെ നമ്മുടെ ആ പവർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിസൾട്ടിലുണ്ടായ റിലേറ്റീവ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ റേസ്ഡ് ടു പവേഴ്സ് അങ്ങനെ എന്തെങ്കിലും മെഷേർഡ് ക്വാണ്ടിറ്റി തരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിലുണ്ടായ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഇൻ ജനറലായിട്ട് നമുക്ക് പറയാം, ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഐസഡിലെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്താണ്? രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുകയും ആ രണ്ട് ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വേറൊരു ക്വാണ്ടിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ചെയ്താലും ഡിവൈഡ് ചെയ്താലും നമ്മൾ എന്താ ചെയ്യുന്നത്? റിലേറ്റീവ് എറേഴ്സിന്റെ സം എടുക്കണം അവിടെ അല്ലേ? അതുപോലെ റേസ് ടു പവറും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം പി ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആരാ? ബി പ്ലസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ, അപ്പോഴെന്താണ്? പ്ലസ് എന്നല്ലേ വരുന്നത്? ഓക്കെ, ഇനി സി റേസ് ടു ആർ, അതായത് ആർ ഇൻറ്റു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ സി. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് പറയാം ഇഫ് ഇസഡ് ഈക്വൽ ടു എ റേസ് ടു പി ബി റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ ആണെന്നുണ്ടെങ്കിൽ ഇസഡിലെ എറർ കണ്ടുപിടിക്കുന്നത് റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു റിലേറ്റീവ് എറർ ഓഫ് എ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ സി. ഓക്കെ, അപ്പൊ ഇതാണ് എറർ ഇൻ കേസ് ഓഫ് എ മെഷർഡ് ക്വാണ്ടിറ്റി റേസ്ഡ് ടു എ പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇത്? നിങ്ങളുടെ ടെക്സ്റ്റില്
അതായത് പ്ലസ് വൺ ഫിസിക്സ് പാർട്ട് 1 ടെക്സ്റ്റിലെ എക്സസൈസ് 2.13 എന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2.13 എന്ന ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P is related to 4 observables A, B, C and D as follows. P equals A cube into B square divided by root C into D. The percentage errors of A, B, C and D are 1%, 3%, 4% and 2% respectively. Then what is the percentage error in P? ഓക്കെ, ഇവിടെ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പി തന്നിട്ടുണ്ട്. ഓക്കെ, ആ പിയിൽ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത് എ, ബി, സി ആൻഡ് ഡി ആണ്. അതായത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി ആണ്. അപ്പൊ എ, ബി, സി, ഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. പി ഈക്വൽസ് എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ദ പെർസെന്റേജ് എറേഴ്സ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും പെർസെന്റേജ് എറേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1%, 3%, 4% ആൻഡ് 2% റെസ്പെക്റ്റീവ്ലി. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്? പിയുടെ പെർസെന്റേജ് എറർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. ഓക്കെ, ഇപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ഏതൊരു പ്രോബ്ലം തന്നുകഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തെഴുതുക. അപ്പൊ നമുക്ക് എഴുതാം: ഗിവൺ ഇക്വേഷൻ ഏതാണ്? പി ഈക്വൽസ് എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ഓക്കെ, പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർസെന്റേജ് എറേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും പെർസെന്റേജ് എറേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എയുടെ പെർസെന്റേജ് എറർ അത് നമുക്ക് എങ്ങനെ എഴുതാം? റിലേറ്റീവ് എറർ ആയ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100. ഇതാണല്ലോ പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. അതെത്ര? 1%. അടുത്തത് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. അതെത്ര? 3%. അതുപോലെ സിയുടേത് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100. ഇതെത്ര? 4%. നെക്സ്റ്റ് ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. ഇതെത്ര? 2%. ഓക്കെ, അപ്പൊ നമുക്ക് പെർസെന്റേജ് എറേഴ്സ് എല്ലാം തന്നു നമ്മളെടുത്ത് എഴുതി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പെർസെന്റേജ് എറർ ഇൻ പി, അതായത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. പി ഈക്വൽസ് എ ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ റിലേറ്റീവ് എറർ ഒന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്തൊക്കെയായിട്ട്? പ്രൊഡക്റ്റ് ആയിട്ടും അതുപോലെ കോഷ്യന്റ് ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്റ്റും കോഷ്യന്റുമായിട്ട് തന്നു കഴിഞ്ഞാൽ അങ്ങനെ നേരെ റിലേറ്റീവ് എററിന്റെ സം എടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പം ആദ്യം എ ക്യൂബ് റേസ് ടു പവർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റീവ് എറർ നമ്മൾ എങ്ങനെ എഴുതും? 3 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ അല്ലേ? അപ്പൊ 3 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി. 2 ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി പ്ലസ് റൂട്ട് സി ഡിവൈഡഡ് ബൈ അല്ലേ വന്നേക്കുന്നത്, അപ്പൊ പ്ലസ് തന്നെയാണല്ലോ. ഓക്കെ, റൂട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി റേസ് ടു 1/2, അതായത് 1/2 ഇൻറ്റു ഇതിന്റെ റിലേറ്റീവ് എറർ എങ്ങനെ എഴുതും? ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ സി. ഓക്കെ, അപ്പൊ 1/2 ഇൻറ്റു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡിയുടെ റിലേറ്റീവ് എറർ എന്താണ്? പവർ ഒന്നുമില്ല, അപ്പൊ നമുക്ക് നേരെ എഴുതാം ഡെൽറ്റ ഡി ഡിവൈഡ് ബൈ ഡി. ഓക്കെ, ഇനി നമ്മൾ എഴുതുന്ന എന്താണ്? പെർസെന്റേജ് എററല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിനി പെർസെന്റേജ് എറർ എഴുതാം. അപ്പൊ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100 പ്ലസ്
2 into delta B divided by B into 100. Okay, delta B divided by B into 100 plus 1 by 2 into delta C divided by C into 100 plus delta D divided by D into 100. Okay. അപ്പം നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എററും എഴുതി. ഇനി നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് എറേഴ്സ് ഓഫ് എ ബി സി ആൻഡ് ഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അത് എത്രയായിരുന്നു? 1% ആയിരുന്നു. ഓക്കെ, 1% പ്ലസ് 2 ഇൻറ്റു ബിയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 3% ആയിരുന്നു. 3% പ്ലസ് 1/2 ഇൻറ്റു സിയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 4% പ്ലസ് അടുത്ത ഡിയുടെ പെർസെൻറ്റേജ് എറർ അതായത് 2% ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതാം. 3 ഇൻറ്റു 1 അതായത് 3% പ്ലസ് 2 ഇൻറ്റു 3 6% പ്ലസ് 1/2 ഇൻറ്റു 4 അതായത് 2 അല്ലേ, 2% പ്ലസ് 2%. ഇപ്പം എത്ര കിട്ടും? 6 4 10 13 അതായത് 13%. അതായത് പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ എറർ എന്ന് പറയുന്നത് 13% ആണ്. ഓക്കെ, പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 13% ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മോഡലിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. ചിലപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എറേഴ്സ് തരും, ചിലപ്പോൾ അതിന്റെ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ എന്ന ഫോമിലായിരിക്കും നമുക്ക് ചില ക്വാണ്ടിറ്റീസ് ഒക്കെ തരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് റിലേറ്റീവ് എറർ ഒക്കെ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഇപ്പം 10 പ്ലസ് ഓർ മൈനസ് 0.3 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ? ഡെൽറ്റ വാല്യൂ അതായത് അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നോക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി കാണാം. ഓക്കെ, താങ്ക് യു.